എൻ്റെ പേര് രേഷ്മ. ഞാൻ കീഴ്പള്ളി ഇടവക അംഗമാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യത്തെ മകളുണ്ടായി 9 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത്. മൂത്ത മകളുണ്ടായതിന് ശേഷം പ്രഗ്നൻ്റ് ആയപ്പോൾ അത് ട്യൂബിലായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങളോളം ഞങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടായതേ ഇല്ല. ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ AMH എന്ന് പറയുന്ന ഒരു ഹോർമോൺ 0.2% മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അത് 1% ഉള്ളവർക്ക് പോലും നോർമൽ പ്രഗ്നൻസി സാധ്യമല്ല. അങ്ങനെ IVF-ലൂടെ മാത്രമേ ഞങ്ങൾക്കിനി കുഞ്ഞുങ്ങളുണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ആ ടെസ്റ്റ് റിസൾട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ മറ്റൊരു ഗൈനക്കോളജിസ്റ്റിനെയും കണ്ടു. അദ്ദേഹം മരുന്നുകളൊക്കെ നൽകി കുറച്ച് നാളും ചികിത്സ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് 2023 ജനുവരി മാസം ഞാനിവിടെ റാബ്സൺ അച്ഛനെ വന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറയുന്നത് ഡിസംബർ മാസത്തിൽ നിങ്ങളിവിടെ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം നൽകണമെന്നാണ്. പക്ഷേ 2023 എൻ്റെ നിരാശാ മനോഭാവത്തിൽ എൻ്റെ പ്രാർത്ഥനയൊന്നും അധികം കാര്യമായി നടന്നില്ല. എങ്കിലും 2024 യേശുനാമ ജപം രാത്രി 100 തവണ ചൊല്ലണമെന്നാണ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. തീക്ഷ്ണമായി ഞാൻ 2024 തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2024 ഓഗസ്റ്റിൽ പ്രഗ്നൻ്റ് ആയെങ്കിലും വീണ്ടും അത് ട്യൂബിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ആ ട്യൂബ് മുറിച്ച് കളയേണ്ടി വന്നു. പിന്നെ ഒരു ട്യൂബ് മാത്രമാണുള്ളത്. ഹോർമോണൽ പ്രശ്നങ്ങളുമുള്ള എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ നോർമലി ഒരു കുഞ്ഞ് ട്യൂബിലാണെങ്കിലും ഉണ്ടായല്ലോ എന്നാണ് അപ്പോൾ പ്രതീക്ഷിച്ചത്. അങ്ങനെ കൂടുതൽ പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു. 2024 ഡിസംബർ 3 പ്രഗ്നൻസി പോസിറ്റീവായത്. അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന് ഒരുപാട് നന്ദി. ആവിലായിക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അറിയിക്കുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, സന്താന സൗഭാഗ്യം നൽകി. ഇനി നിങ്ങൾക്ക് IVF-ലൂടെ മാത്രമേ സാധ്യതയുള്ളൂ. അതും AMH ഒക്കെ കുറവായിരിക്കുന്ന സാഹചര്യത്തിൽ അതും വിജയിക്കാനുള്ള സാധ്യതയില്ല. അതുമാത്രമല്ല, അച്ഛൻ പറഞ്ഞു, നിങ്ങൾ IVF ചെയ്യുക എന്ന് പറയുന്നത് അത് സഭ അനുവദിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല. അതുകൊണ്ട് അത് ചെയ്യരുത്. കർത്താവ് കുഞ്ഞിനെ നൽകുന്നതും നൽകേണ്ടതും കർത്താവാണ്. കുഞ്ഞ് ജനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ് കുഞ്ഞ് ജനിക്കുന്നത്? ഈശോയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ കുഞ്ഞ് ആരുടെ വഴിയിലൂടെ ജനിക്കണം? ഈശോയുടെ വഴിയിലൂടെ ജനിക്കണം. നമുക്ക് തോന്നിയ വഴിയിലൂടെ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ കർത്താവിന്റെ വഴികളിലൂടെ വേണം കുഞ്ഞ് ജനിക്കാൻ. കർത്താവ് തരും എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഏറ്റെടുത്തു. അപ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ട്യൂബ് മുറിച്ച് മാറ്റേണ്ടി വരുന്നു. ഉണ്ടായ കുഞ്ഞ് ട്യൂബിലായിരിക്കുന്നു. ഇപ്പോൾ ഒരു ട്യൂബില്ല, AMH ഇല്ല. അണ്ടത്തിന്റെ ക്വാളിറ്റിക്ക് പറയുന്ന അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഈ AMH എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതില്ല. അപ്പോൾ അപ്രകാരമുള്ള പ്രതിസന്ധികളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അത് സൗഖ്യവും ശക്തിയുമായി മാറി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. ഈശോയേ, 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 ഈശോയേ. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. എൻ്റെ സ്വന്തം വീട് എടപ്പുഴയാണ്. എന്നെ വിവാഹം ചെയ്ത് വെച്ചിരിക്കുന്നത് താമരശ്ശേരിയാണ്. എൻ്റെ 3ാമത്തെ മകളാണിത്. ഇവളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അമ്മ ത്രേസ്യ വഴി ഈശോ നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. കുറച്ചും കൂടി അടുത്ത് നിൽക്കാൻ പറ്റുന്നു. എൻ്റെ 2ാമത്തെ മകനുണ്ടായി. 1 വയസ്സാകുന്നതിനിപ്പറേ എനിക്ക് ഈ മകളെ പ്രഗ്നൻ്റായി ഞാൻ. അപ്പോൾ എനിക്ക് അന്ന് മോളെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു. ഞാൻ എങ്ങനെ ഈ 3 മക്കളെ വളർത്തും? ഇവർ തമ്മിൽ അധികം പ്രായ വ്യത്യാസങ്ങളില്ല. ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ആദ്യത്തേത് 2 സിസേറിയൻ ആയതിനാൽ തന്നെ
മൂന്നാമത്തേത് നല്ല കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ 5ാമത്തെ മാസത്തെ സ്കാനിങ് നടത്തിയപ്പോൾ പ്ലാസൻറ്റ പ്രീവിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു. നല്ല റിസ്ക് ഉണ്ട്, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കുഞ്ഞിനെ കിട്ടാനൊക്കെയുള്ള ഒരു സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത സ്കാനിങ്ങിൽ പ്ലാസൻറ്റ അക്രറ്റ എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസൻറ്റ ഗർഭപാത്രത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ. അത് അമ്മയ്ക്ക് ഭയങ്കരമായ നമ്മുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു രീതിയായി ഉള്ളൊരു അവസ്ഥയാണിത്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആദ്യം കാണിച്ച ഡോക്ടറെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ നേരിട്ട് മെഡിക്കൽ കോളേജിൽ പോയി ഒരു ഡോക്ടറെ, അതും ഒരു മെയിൻ ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ നമ്മൾ വീട്ടിൽ പോയി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു ദിവസം വൈകുന്നേരം ചെല്ലുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്തുനിന്ന് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലുള്ള കാര്യം നമ്മുടെ മറ്റ് റിപ്പോർട്ടുകളെല്ലാം നോക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് ഡോക്ടർ ആ റിപ്പോർട്ടുകളെല്ലാം എൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, അതുപോലെ 2 സിസേറിയൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആയത് നിങ്ങൾക്ക് എത്രമാത്രം വിവരമുണ്ട്, നിങ്ങൾ എങ്ങനെ എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എനിക്ക് ഈ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ നേരിട്ട് വരിക, ഡോക്ടർമാരെല്ലാം ഉള്ളത് ഒരു ബുധനാഴ്ച ദിവസമാണെന്ന്, ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു സമയത്ത് നിങ്ങൾ വരിക, എനിക്ക് ഒറ്റയ്ക്ക് ഈ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ ആകെ തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ചേച്ചിമാർ സ്ഥിരമായി ഇവിടെ വരുന്നുണ്ടായിരുന്നു. ചേച്ചിമാരെന്നോട് പറഞ്ഞു, ആവിലെ അമ്മ അത്ഭുത പ്രവർത്തിക്കും, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയെ മാത്രം അഭയം കണ്ടു. നമ്മൾ പിന്നെ ഒരു ബുധനാഴ്ച ഡോക്ടർമാരെല്ലാവരും ഉള്ളൊരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ നന്നായിട്ട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, നിങ്ങളുണ്ടായാലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ പറ്റൂ. ഒരുപാട് ആൾക്കാർ നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പം ഒന്നാമത് നമുക്ക് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സിൻ്റെ കുറവൊന്ന്, രണ്ടാമത് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം മാത്രം. അപ്പം വെന്റിലേറ്റർ ആവശ്യമായി വരാൻ ചാൻസ് ഉണ്ട്, എത്ര നാൾ നിങ്ങളെങ്ങനെ കിടക്കുമെന്ന് അറിയില്ല, പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഓരോ ദിവസവും ഒരു ദിവസം പോലും കരയാണ്ട് ഉറങ്ങാൻ പറ്റാണ്ടിരുന്ന അവസ്ഥകളുണ്ട്. എന്തായാലും പിന്നെ അവർ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല. അവസാന സമയത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ 1 മാസം അഡ്മിറ്റായി. ഡോക്ടർ വന്ന് നമ്മളെ കാണുന്ന സമയത്തൊക്കെ എന്നെ ഇങ്ങനെ അവർക്കും ടെൻഷനുണ്ട്, ഞങ്ങളുടെ ആയുസ് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഓർത്ത് പോവുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ബെഡിൽ കിടക്കുന്നവരൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കും, ഒരു കുഴപ്പം വരില്ല എന്ന്. എന്തായാലും 2022 ഓഗസ്റ്റ് 13 മോളെ ഓപ്പറേഷൻ നടന്നത്. പേടിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും അവർ പറഞ്ഞ രീതിയിൽ ICU പോലും കിടക്കേണ്ടി വന്നില്ല. വലിയൊരു അത്ഭുതം ആയിട്ട് ഞാൻ കാണുന്നു. എനിക്കിപ്പോഴാണ് നേരിട്ട് വന്നിത് ഈ സാക്ഷ്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ ഇവിടെ പറഞ്ഞേക്കാമെന്ന് നേർന്നതായിരുന്നു. ഇന്നാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്. അതിലേറെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ 4 മക്കളാണ്. അവർക്ക് 4 പേർക്കും ഈ 2 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ ഒരു നല്ലൊരു മകളെ തന്ന് ഈശോ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാ. പ്രൈസ് ദി ലോർഡ്.